Dr. G. Dileeban, born in the culturally rich village of Punthala near Pandalam. Dr. G. Dileeban has established a distinguished academic and professional journey rooted in literature and education. He pursued a master's degree in English from the prestigious Institute of English, University of Kerala, and went on to earn both MPhil and PhD degrees from the University of Calicut. With an illustrious career spanning nearly 30 years, Dr. Dileeban served as the head of the Department of English at Sri Krishnapuram VT Batharipet College in Palakkad district, where his leadership and commitment to academic excellence left a lasting impact. For a brief period, he also held the position of principal, further contributing to the academic and administrative growth of the institution. Following retirement in 2015, Dr. Dileeban has continued to remain deeply engaged in the cultural and intellectual spheres. He is presently associated with the Natya Shastra Center for Theatre Studies in Kadambaripuram, actively contributing to the exploration and dissemination of traditional and contemporary theatre practices. പ്രൊഫസർ എസ് രാമാനുജത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനുള്ള ഒരവസരം ലഭിച്ചതിൽ ഉള്ള സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. രാമാനുജൻ സാറുമായി വളരെ ദീർഘകാലത്തെ ബന്ധം എനിക്കില്ലെങ്കിലും ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹവുമായി വളരെ അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ കാലം വളരെ തീവ്രമായും ഗാഠമായും അനുഭവിച്ച ഒരാളാണ് ഞാൻ. കൃത്യമായി പറഞ്ഞാൽ 2006 മെയ്യിലാണ് അദ്ദേഹത്തെ വളരെ അടുത്ത് ഇടപഴകാനുള്ള അവസരം എനിക്ക് ലഭിച്ചു തുടങ്ങുന്നത്. അതിനു മുമ്പ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ കാണുകയും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും 2006 ഞാൻ കൂടി പ്രവർത്തിക്കുന്ന കടമ്പഴിപ്പുറത്തുള്ള നാട്യശാസ്ത്ര എന്ന നാടക പഠന കേന്ദ്രത്തിൽ കലിവേഷം നാടകോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. കാവാലം നാരായണ പണിക്കർ എഴുതിയ കലിവേഷം എന്ന നാടകത്തെ ആസ്പദമാക്കി 3 ദിവസത്തെ വിവിധ സംവിധായകർ സംവിധാനം ചെയ്ത നാടകോത്സവത്തിനാണ് അദ്ദേഹം തിരികൊളുത്തിയത്. അന്ന് 2 ദിവസം ഞങ്ങളോടൊപ്പം അദ്ദേഹം താമസിക്കുകയുണ്ടായി. അതൊരു ആഴമുള്ള ഒരു അനുഭവമായിരുന്നു. അന്ന് മുതലാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഗാഠമായിട്ടുള്ള ഒരു സൗഹൃദം, ആദരവോടുകൂടിയുള്ള ഒരു സൗഹൃദം ആരംഭിക്കുന്നത് എന്ന് പറയും. 2006 ശേഷം പിന്നീട് ദീർഘമായൊരു ഇടവേള ഉണ്ടായെങ്കിലും മറ്റ് പല സന്ദർഭങ്ങളിലും വളരെ അടുത്ത് സംസാരിക്കാനും ഇടപഴകാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കൃത്യമായി പറഞ്ഞാൽ 2014 അദ്ദേഹവുമായിട്ട് വീണ്ടും വളരെ ഗാഠമായൊരു സമ്പർക്കത്തിനിട വരുന്നത്. 2014 കേരള ഗവൺമെൻറ്റിൻ്റെ SL പുരം അവാർഡ് ലഭിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. അന്ന് തൃശ്ശൂർ വെച്ച് അവാർഡ് ദാനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നേരിൽ കാണുകയുണ്ടായി. കടമ്പഴിപ്പുറത്ത് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഒരു നാടകോത്സവം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടത്. അന്ന് ആ സംഭാഷണത്തിനിടയിലാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഏതാണ്ട് 30-ലധികം മലയാള നാടകങ്ങൾ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഏതാണ്ട് അത്രത്തോളം തമിഴ് നാടകങ്ങൾ തമിഴ്നാട്ടിലും അദ്ദേഹം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തമിഴ് നാടകങ്ങൾ ഒന്നുപോലും അതേവരെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വസ്തുത എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ 2014 ഒക്ടോബറിൽ കടമ്പഴിപ്പുറത്ത് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ സംവിധാനം ചെയ്ത തമിഴ് നാടകങ്ങൾ അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ വളരെയേറെ സന്തുഷ്ടനാക്കി എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു. അന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് വളരെ രസകരമായൊരു കാര്യം ഞാൻ അറിഞ്ഞത്. അതിനു മുമ്പ് കേരളത്തിൽ പല നാടകോത്സവങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നവരാണ് പലപ്പോഴും അത് ക്യൂറേറ്റ് ചെയ്യാൻ മുൻകൈ എടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർ നേരിട്ട് രാമാനുജൻ സാറിനോട് തമിഴ്നാട്ടിൽ നിന്ന് ഏത് നാടകത്തെയാണ് ഇവിടേക്ക് ക്ഷണിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്.
പക്ഷെ ഒരിക്കലും തൻ്റെ നാടകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയോ അത് ഇവിടെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുകയോ ചെയ്യാൻ അദ്ദേഹം മുതിർന്നിട്ടില്ല. മറ്റ് നാടക സംവിധായകരുടെ, പുതിയ യുവ സംവിധായകരുടെയൊക്കെ നാടകങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത്. ആ ഒരു വലിയ മനസ്സിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടുകൂടി, ആദരവോടുകൂടി നിൽക്കേണ്ടി വന്നു. ഏതാണ്ട് 30 വർഷത്തിന് മുമ്പ് രൂപപ്പെട്ട വെറിയാട്ടം എന്ന നാടകം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ള ആ നാടകം പോലും, വളരെയേറെ പ്രശസ്തമായിട്ടുള്ള ആ നാടകം പോലും കേരളത്തിലൊരു വേദിയിൽ അതിന് മുമ്പ് അവതരിപ്പിക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കടമ്പഴിപ്പുറത്ത് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് 3 ദിവസത്തെ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ വെറിയാട്ടം എന്ന നാടകത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കവിത്വത്തുടുപ്പിൻ നികഴ്ത്തു തുള്ളികൾ എന്ന ഒരു നാടകവും, പൊന്മനതുമണികൾ എന്ന പേരിൽ അദ്ദേഹം രചിച്ച് വിജയകുമാർ, ഗിരിജ എന്നിവർ സംവിധാനം ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നാടകവും, ഈ 3 നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കടമ്പഴിപ്പുറത്ത് ആ നാടകം ഞങ്ങൾ സംവിധാനം ചെയ്തത്. പ്രശസ്ത നാടക നിരൂപകയായ പ്രസന്ന രാമസ്വാമിയുടെ പ്രഭാഷണവും അതോടൊപ്പം ഉണ്ടായി. ആ 3 ദിവസം അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നാടക ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനത്തിൻ്റെ രീതികളെക്കുറിച്ചും ഒക്കെ തിരിച്ചറിയാൻ കിട്ടിയ വലിയൊരു അവസരമായിട്ട് എന്നും ഞാൻ കരുതുന്നു. എൻ്റെ നാടക പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും അത്രയേറെ ആഴമുള്ള ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. അതിലൊരു ദിവസം ഏതാണ്ട് 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായ സംഭാഷണം നാടക പ്രവർത്തകരോട് അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനുശേഷം 2015 ഫെബ്രുവരിയിൽ പ്രശസ്ത സംവിധായികയായിട്ടുള്ള മായ തമ്പർഗിനെ ആദരിക്കുവാനുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം കടമ്പഴിപ്പുറത്ത് എത്തുകയുണ്ടായി. പിന്നീട് ഒരു തവണ പ്രത്യേകിച്ച് ഒരു പരിപാടികൾ പങ്കെടുക്കാനല്ലാതെ കടമ്പഴിപ്പുറത്ത് അദ്ദേഹം വന്നു പോവുകയും ഉണ്ടായി. 2015 ഡിസംബറിലുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം മാർച്ച് മാസത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടൊരു പരിപാടി കടമ്പഴിപ്പുറത്ത് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് അനുസ്മരണത്തോടൊപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത ഇബ്സൻ്റെ പിയാഗിൻ എന്ന നാടകത്തിൻ്റെ സ്വതന്ത്ര ആവിഷ്കാരമായിട്ടുള്ള ബത്തന്ന സ്വാമി താരാട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹവുമായിട്ടുള്ള വളരെ ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളുടെയും ഇടപെടലുകളുടെയും ഫലമായിട്ട് നാടക പ്രവർത്തനത്തെ സംബന്ധിച്ച വലിയ ഉൾക്കാഴ്ചകൾ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നാടക പ്രവർത്തകരെ സമീപിക്കുന്ന രീതിയാണ് എനിക്ക് വളരെ സവിശേഷമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരിക്കൽ അദ്ദേഹം മുതിർന്ന നാടക പ്രവർത്തകരെയും കുട്ടികളുടെ ഇടയിലുള്ള നാടക പ്രവർത്തകരെയും സമീപിക്കേണ്ടതിൻ്റെ രീതി, അതിനെപ്പറ്റി ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. മുതിർന്ന നാടക പ്രവർത്തകരെ പരിശീലിപ്പിക്കേണ്ടതാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും, എന്നാൽ കുട്ടികളെ നമ്മൾ ഒരിക്കലും പരിശീലിപ്പിക്കുകയല്ല, അവരെ വികസിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. വി ആർ നോട്ട് ട്രെയിനിങ് ദം, വി ആർ ഡെവലപ്പിംഗ് ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പരിശീലനത്തിലൂടെ മുതിർന്ന നാടക പ്രവർത്തകർക്ക് അവരതുവരെ ശരീരത്തിൽ ആർജിച്ചിട്ടുള്ള ചില രീതികൾ, ചില മാനറിസംസ്, അവയെ അഴിച്ചു കളയേണ്ടതുണ്ട്. അവയെ അവരുടെ ശരീരത്തിൽ നിന്ന് അഴിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ആ ശരീരത്തെ ഫ്ലെക്സിബിളാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ് അവർക്ക് പരിശീലനം ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് പിന്നീട് ഇദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നും അവരുടെ ശരീരം നിലവിലുള്ള രീതിയിൽ തന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ആരായേണ്ടത് എന്ന് പറയുകയുണ്ടായി. ഇത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കുട്ടികളുടെ ഇടയിലുള്ള നാടക മത്സരങ്ങളെക്കുറിച്ച് ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് മത്സരങ്ങളിലൂടെ നമ്മൾ ടാലൻ്റാണ് പരിശോധിക്കുന്നതെന്ന്.
ശരിക്കും കുട്ടികളുടെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ പ്രതിഭയെ അല്ലെങ്കിൽ അവരുടെ സർഗാത്മകതയെ വികസിപ്പിച്ചെടുക്കുക. മത്സരങ്ങളിലൂടെ ആ സർഗാത്മകതയെ കണ്ടെത്താൻ ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് വരില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ഒരു അധ്യാപകൻ്റെ വീക്ഷണത്തിലൂടെ, അധ്യാപകൻ്റെ കണ്ണിലൂടെയുള്ള ഒരു കാഴ്ചയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ കലയെ നമ്മളെങ്ങനെയാണ് ഒരു ആത്മീയ അനുഭവമാക്കി മാറ്റേണ്ടത്. ഇത് ആത്മീയ അനുഭവം എന്ന് പറയുമ്പോൾ അതിൽ ഭക്തിമാർഗമൊക്കെ മാറ്റിവെക്കേണ്ടതാണ് അദ്ദേഹം അപ്പോൾ തന്നെ ഉറപ്പിച്ചു പറയുകയുണ്ടായി. ഇതിനെ ഒരു ആത്മീയ അനുഭവമായിട്ട് മാറ്റേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കപ്പുറം, മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കപ്പുറം ആത്മീയമായ ഒരു അനുഭവം എന്നുള്ള നിലയ്ക്ക് കലയെ ഏത് തരത്തിലാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നിരവധി ശിഷ്യന്മാരുടെ ഒരു വലിയ തലം തന്നെ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാവാം അദ്ദേഹം പറയാറുണ്ട്, എന്നെപ്പോലെയല്ല മറ്റുള്ളവർ നാടകം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം കുട്ടികളോട് പറയാറുണ്ട് അത്ര, എന്നെപ്പോലെയല്ല നിങ്ങൾ നാടകം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നാടകം എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയല്ല അദ്ദേഹം ഡ്രാമ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തിരുന്നത് എന്നും, ഓരോരുത്തരും അവരുടേതായ വഴികളിലൂടെ, എന്നാൽ നാടകത്തെ സംബന്ധിച്ച ചില അടിസ്ഥാന സങ്കല്പനങ്ങൾ അത് രൂപപ്പെടുത്തിയെടുക്കാൻ മാത്രമേ പരിശീലനം കൊണ്ട് സാധിക്കൂ എന്നും, ഓരോരുത്തരും അവരുടേതായ വഴികളിലൂടെ വേണം മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഏറ്റവും സജീവമായിട്ട് നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കല്പനമാണ് ഈ തനത് നാടകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹം തനത് നാടകവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ, അത്തരം സംഭാഷണങ്ങൾക്കിടയിൽ പലപ്പോഴും പറയാറുള്ളത്, നമുക്ക് ഈ ഫോക്ക് ഫോംസിൽ നിന്ന് പലതും എടുക്കാനുണ്ട്, പലതും നമുക്ക് ലഭിക്കാനുണ്ട് അതിൽ നിന്ന്. പക്ഷേ നമുക്ക് ആ ഫോംസിലൊന്നും കൊടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ ഫോക്ക് ഫോംസിനെ അതേ രീതിയിൽ പറിച്ചെടുത്ത് നമ്മുടെ പുതിയ നാടകത്തിൽ അവതരിപ്പിക്കുന്നതിന് അദ്ദേഹം തീർച്ചയായിട്ടും സന്തുഷ്ടനായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, അതൊന്നും ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. അങ്ങനെയും ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്, അത് പരാജയപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നീട് മൂദേവി തെയ്യം എന്ന നാടകം സംവിധാനം ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു ഫോക്ക് ഫോം ഉപയോഗിക്കേണ്ടതിൻ്റെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ നിശ്ചലമായി നിർത്തുകയാണ് ചെയ്തത്. ആ ഫോമിനെ അരങ്ങിൽ നിശ്ചലമായി നിർത്തുക എന്നുള്ളതല്ലാതെ ആധുനിക നാടകവേദിയിലെ ഒരു ചലനക്ഷമമായിട്ടുള്ള രൂപമായിട്ട് ഫോക്ക് ഫോംസിനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ അദ്ദേഹം തീർച്ചയായിട്ടും സംശയം രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അദ്ദേഹം ചെയ്ത ഒരു പരീക്ഷണം പരാജയപ്പെട്ടു എന്നും തമാശകളോട് ചിരിച്ചുകൊണ്ട് പറയാൻ അദ്ദേഹത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏത് നാടക പ്രവർത്തനത്തിൻ്റെ തലത്തിൽ വിജയത്തെയും പരാജയത്തെയും ഒക്കെ, ഏത് തരം സംഘർഷങ്ങളെയും ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളെയും ഒരേ മനസ്സോടുകൂടിയിട്ട് നേരിടാനുള്ള ഒരു അഭ്യസനവും വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം കൊടുത്തിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. നാടകത്തിന് രൂപം കൊടുക്കാൻ കഴിയുന്ന പ്രവർത്തകരെ രൂപപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് നാടകാസ്വാദകരുടെ ഒരു വലിയ സംഘത്തെ സൃഷ്ടിക്കുക എന്ന കാര്യവും അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാടകാസ്വാദകർ എന്ന് പറയുമ്പോൾ ജീവിതവും കലയും തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന മനുഷ്യരുടെ ഒരു വലിയ സംഘത്തെ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന് കരുതാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും താഴേക്കിടയിലൊന്ന് സമൂഹത്തിൽ വിശ്വസിക്കുന്നവരോടൊപ്പം പ്രവർത്തിക്കുകയും അവരുടെ കഴിവുകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു വലിയ താല്പര്യം കാണിച്ചിരുന്ന ആ ഒരു നാടക പ്രതിഭയെയാണ് ഒരുപക്ഷെ എസ് രാമാനുജം സാറിൽ ഞാനെന്നും കണ്ടിട്ടുള്ളത്. മഹാനായ ആ നാടകാചാര്യൻ്റെ മുമ്പിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.